കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടി ഒരു അവശിഷ്ട ഭാഗത്തെ, ഒരു ചെറിയ ശേഷിപ്പിനെ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ ത്രിത്വം ഒരുക്കുന്ന, സജ്ജമാക്കുന്ന കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. കർത്താവിനും കർത്താവിൻ്റെ പരിശുദ്ധ സഭയ്ക്കും വേണ്ടി, കർത്താവിൻ്റെ സത്യവചനത്തിനു വേണ്ടി, തിരുസഭയുടെ സത്യവിശ്വാസത്തിനും പ്രബോധനങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന, അത് ജീവിക്കുന്ന ഒരു അവശിഷ്ട ഭാഗത്തെ പരിശുദ്ധ ത്രിത്വം ഒരുക്കുന്ന കാലമാണ് ഈറ്റുനോവിൻ്റെ കാലം. വെളിപാട് പുസ്തകം 10-ാം അധ്യായം 6-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ്, അപ്പോസ്തലൻ യോഹന്നാൻ ഒരു ദർശനം കാണുന്നു. ആകാശം അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ട് ആ ദൂതൻ വിളിച്ചു പറയുകയാണ്, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല, ഇനി കാലതാമസം ഉണ്ടാവുകയില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തോട്, ഈ തലമുറയോട് സ്വർഗത്തിന് പറയാനുള്ള പ്രവചന സന്ദേശം എന്താണ്? ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. ഇത് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സമയമാണ്. ഇത് പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും നിമിഷമാണ്. ഇത് ഇവാഞ്ചലൈസേഷൻ ചെയ്യുവാനോ സ്വർഗം അനുവദിച്ചിരിക്കുന്ന കൃപയുടെ മണിക്കൂറുകളാണ്. ഈ സമയത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിലെ ദൈവജനത്തോട് സ്വർഗം ആവശ്യപ്പെടുകയാണ്. ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. ഓ, എത്ര കൃത്യമാണ് കർത്താവിൻ്റെ വചനം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ഒരുങ്ങുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ലോകത്തിലെ ജഡമോഹങ്ങളിലും ഈ ലോകത്തിന് ലൗകികമായ സുഖലോലുപതയിലും പെട്ട് നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കരുത്. ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും സ്വർഗം ആഗ്രഹിക്കുന്നത് മാത്രമാണ്. നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ ആത്മാക്കളുടെ രക്ഷയിലാണ്, മറ്റൊന്നിലുമല്ല സഹോദരങ്ങളെ. അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ പ്രവാചകരും കർത്താവിൻ്റെ വിശുദ്ധാത്മാക്കളും ജീവിച്ചതും പ്രഘോഷിച്ചതും ആത്മരക്ഷയെക്കുറിച്ചാണ്, ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചാണ്. സ്വർഗത്തിൻ്റെ മുഴുവൻ മനസ്സ് ഈ വിഷയത്തിലാണ് കിടക്കുന്നത്. ഇന്ന് സ്വർഗത്തിൻ്റെ വേദന, സ്വർഗത്തിൻ്റെ നിലവിളി എന്തിനെക്കുറിച്ചാണ്? നശിക്കുന്ന ആത്മാക്കളെക്കുറിച്ചാണ്, നശിക്കുന്ന ആത്മാക്കളെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന അനേകം പ്രവചന സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഈ സന്ദേശങ്ങളുടെ എല്ലാം ഉള്ളടക്കം എന്താണ്? ഉള്ളടക്കം എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ച് ഉണർവോടെ വായിച്ചേ. ലോകത്തിൽ പാപം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. സഭയിൽ പോലും സാത്താൻ നുഴഞ്ഞു കയറിക്കഴിഞ്ഞു. നിങ്ങൾ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. ലോകം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, കർത്താവായ യേശുവിലേക്ക് തിരിയുന്നില്ലെങ്കിൽ, ദൈവപിതാവ് വലിയ ഈ ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് ദൈവസ്നേഹത്തിൻ്റെ താക്കീതുകളാണ്. ശ്രദ്ധിക്കണമേ, കർത്താവ് നൽകുന്ന ശിക്ഷണങ്ങൾ എന്തിനാ? അത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ താക്കീതുകളാണ്. എന്തിനു വേണ്ടിയാ ഈ സ്നേഹത്തിൻ്റെ താക്കീതുകൾ കർത്താവ് അനുവദിക്കുന്നത്? ഈ ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കുവാനാണ് കർത്താവ് സ്നേഹത്തിൻ്റെ താക്കീതുകൾ തന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവപിതാവ് അയക്കുന്ന ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ആരുടെയും നാശം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരിക്കലുമല്ല സഹോദരങ്ങളെ. പിന്നെ എന്താണ് ഈ ശിക്ഷാവിധി? അത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നറിയിപ്പുകളാണ്. എന്തിനു വേണ്ടി? നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യജീവന് വേണ്ടി. നമ്മൾ മാനസാന്തരപ്പെടുവാൻ അനുദപിക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ താക്കീതുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അത് ദൈവനീതിയാണ് സഹോദരങ്ങളെ. തുറന്ന സന്ദേശത്തിൻ്റെ അവസാനത്തിൽ എന്താ കാണുന്നത്? നിങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കുക, കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു, സമീപിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് തിരുസഭയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട്
അമ്മയിലൂടെ സ്വർഗം തരുന്ന ഈ പ്രവചന അനേക സന്ദേശങ്ങൾ, ഈ സന്ദേശങ്ങളുടെ എല്ലാം ഉള്ളടക്കം ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത് ഈ കാലത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനാണ്. പരിശുദ്ധ അമ്മ മാതാ വേദനയോടെ ഫാദർ ഷെഫാന് ഗോപിയിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്തമ്മ പറയുന്നത്? കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇതാണ് സ്വർഗത്തിൻ്റെ വേദന. ഇത് സ്വർഗത്തിൻ്റെ നിലവിളിയാണ് സഹോദരങ്ങളെ. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മൾ ഈ ലോകത്തോടൊപ്പം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ ഗ്രഹിക്കുവാനോ സ്വീകരിക്കുവാനോ ഇന്ന് അനേകര് തയ്യാറാകുന്നില്ല. പലരത് പുച്ഛിച്ച് തള്ളുന്നു, പലരും ലാഘവമായി കാണുന്നു, പലരും അതിനെയൊക്കെ പരിഹസിക്കുന്നു, മറ്റു പലരും മാറി നിന്ന് അതിനെ പ്രതി ദുഷിച്ച് സംസാരിക്കുന്നു. സഹോദരങ്ങളെ, തിരിച്ചറിയുന്നില്ല. ബെനഡിക്ട് 14 മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മാർപ്പാപ്പ സഭാ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുക എന്നാൽ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കേണ്ടതിൻ്റെ അടിയന്തര പ്രാധാന്യത്തെ അംഗീകരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. വിശ്വസിച്ച് മാനസാന്തരപ്പെടുക, അതാണ് കാലത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ തിരിച്ചറിയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ത്രിത്വം കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടി ധീരതയോടെ നിലകൊള്ളുന്ന, സത്യവിശ്വാസം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു അവിശിഷ്ട ഭാഗത്തെ ഇന്ന് ഒരുക്കുകയാണ്, സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 11 5 വചനത്തിൽ ഈ സത്യം സഭയെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് വചനം പറയുന്നത്? ആകയാൽ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 11:5 എന്താ പറയുന്നത്? അവിടെ ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട്. ഹല്ലേലൂയ. അവതരം എല്ലാവരും ശ്രദ്ധിക്കണമേ. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുക. കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട്. ഈ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ റോമാക്കാർക്ക് ലേഖനം 11:4 ശ്രദ്ധിച്ച്. റോമൻസ് 11:4 അവിടെ എന്താ വചനം പറയുന്നത്? എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എങ്ങനെയെന്നോ? ഏലിയ പ്രവാചകനോട് എങ്ങനെയാ മറുപടി പറഞ്ഞത്? ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കാത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി, ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. കണ്ടോ, സ്വർഗം മാറ്റി നിർത്തിയിരിക്കുകയാണ്. സെറമനൻ, അതാണ് അവശിഷ്ട ഭാഗം. പൗലോസ് ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് പറയാ, ഈ കാലഘട്ടത്തിലും ഇതുപോലെ കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗമുണ്ട്. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഈ അവശിഷ്ട ഭാഗത്തിൽ നീയുണ്ടോ? ഞാനുണ്ടോ? ഇതാണ് ചോദ്യം. നമ്മൾ ഈ അവശിഷ്ട ഭാഗത്തിൽ ഉൾപ്പെടുമോ? ഞാനും നിങ്ങളും ഈ അവശിഷ്ട ഭാഗത്തിലുണ്ടോ? കർത്താവ് തൻ്റെ കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ രാജ്യത്തിന് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി സ്വർഗം രൂപപ്പെടുത്തുന്ന ഈ അവശിഷ്ട ഭാഗത്തിൽ എൻ്റെ സഹോദരി നീയുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനുണ്ടോ? നമ്മൾ ആത്മശോധന ചെയ്യണം. അതിനാണ് ഈ ശുശ്രൂഷ സ്വർഗം തന്നിരിക്കുന്നത്.